ഹലോ കൂട്ടുകാരി, ഇന്ന് നല്ല പൂക്കൾ കാണാം. കാറ്റിക്കസ്, സിലമൻ ഫ്ലവർ, ആന്തൂറിയം, ഓർക്കിഡൊക്കെ കാണാം. കണ്ടോ, ഇതാണ് സിലമൺ ഫ്ലവർ. സിലിമൺ ഫ്ലവർ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? നല്ല റോസ് കളർ. നല്ല പച്ചയിലോട് കൂടിയ റോസ് കളർ പൂവ്. കണ്ടോ, നല്ല രസമുള്ള റോസ്. സിലമൻ പൂവ് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ നിങ്ങൾ? കണ്ടോ, നല്ല ഭംഗിയല്ലേ? ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സറി കയറി ഇപ്പം കണ്ടാണേ. ഇലകൾ കണ്ടോ, നല്ല പച്ചയിൽ, എന്നിട്ട് വെള്ള വരയും കണ്ടോ. ഇതിൻ്റെ പല കളറുണ്ട്. ഞാൻ ഈ റോസ് കളറ് കണ്ടുള്ളൂ. പല കളർ കാണാം. ഇത് ആന്തൂറിയം നോക്കി, എന്നാ ഭംഗിയാ നോക്കി. ഇഷ്ടംപോലെ ആന്തൂറിയം കളക്ഷനുണ്ട്. കണ്ടോ, നല്ല പ്ലാസ്റ്റിക് പൂ പോലെയല്ലേ? എല്ലാം മുഴുത്ത ആന്തൂറിയം പൂ അല്ലേ കൂട്ടുകാരെ? റെഡ് കളർ, എന്നാ കളറല്ലേ, തിളക്കമുണ്ട്. ഇടയ്ക്കൂടെ വെള്ളയുണ്ട്. ആ വെള്ള ആന്തൂറിയത്തിന് വേറെ പേരുണ്ട്. ആ പേരെനിക്കിപ്പോൾ അറിയത്തുമില്ല. നോക്കാം, അതിൻ്റെ ഇല കണ്ട, നല്ല മുഴുത്ത ഇല. ഉണ്ടോ, കുറേ ഉണ്ട് ആന്തൂറി. വെള്ളക്കാലം നല്ല ചുവപ്പ് കളറല്ല കൂട്ടുകാരെ? ഒക്കെ അതിൻ്റെ ഇല കണ്ടോ, നല്ല ഭംഗിയാണ്. ഇലയും പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കും അല്ലേ, പ്ലാസ്റ്റിക് ഇല പോലെ. ഇതാണ് കാറ്റിക്കസ്. അതിന് പൂവുണ്ട്. കണ്ടോ, പൂവുള്ള കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ? നല്ല വൃത്താകൃതി, ഗോളാകൃതിയിൽ. ഇതിൻ്റെ പൂ കണ്ടോ, ഇത് റോസ് കളർ പൂവ്. ഇത് പൂവില്ലാത്തൊരു ചെടി കണ്ടോ, നല്ല രസമായ ഇല കട. ബ്രൗൺ കളർ കണ്ടോ. പൂക്കളുള്ള ചെടിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പൂക്കളില്ലാത്ത ചെടിയുടെ കുറച്ച് വീഡിയോ എടുത്തുള്ളേ. ചേമ്പല പോലെയല്ലേ, നല്ല നീളമുള്ള ഇല. ഇവിടെ അതുപോലെ തന്നെ പല കളർ പൂക്കളില്ലാത്ത അക്ലോണിമയൊക്കെ ഉണ്ട്. പല സൈസ് അക്ലോണിമ ഉണ്ട്. ഇതിനൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ. പൂച്ചെടിക്കെല്ലാം ഇവിടെ ഓസ്ട്രേലിയയിൽ ഭയങ്കര വിലയാണ്. ഇത് കണ്ടോ, പഴുതാരക്കാല് പോലത്തെ ഒരു ചെടി കണ്ടോ. ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ? ഒരു വള്ളിച്ചെടി. ഇത് ഓർക്കിഡ്. ഡെൻഡ്രോബിയോ എല്ലാം ഉണ്ട് ഇവിടെ. ഡാൻസിങ് ഗേളും എല്ലാ സൈസ് ഓർക്കിഡും ഉണ്ട് ഇവിടെ. മറ്റൊരു കളർ ഓർക്കിഡ് കണ്ടോ. വെള്ളപ്പൂ കാണാൻ നല്ല ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് ഓർക്കിഡല്ലേ.
ഇത് കണ്ടോ, പൂവില്ലാത്ത ഒരു ചെടി, അതും കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലയൊക്കെ കണ്ടോ. ഇത് മറ്റൊരു ചെടി കണ്ടോ, നല്ല കട്ടിയുള്ള ഇല. ഇനി പേരുണ്ട്, പേരൊന്നും ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിയത്തില്ല കൂട്ടുകാരെ. ആന്തൂറി ഇവിടെ ഒത്തിരി ഉണ്ട് കണ്ടോ. കേരളത്തിൽ എനിക്ക് റോസ് കളറുള്ള ആന്തൂറിയുണ്ട്, ഇതേപോലത്തെ തന്നെ. ചിലർ ഇതിന് പറയും ആനച്ചെവീൻ ആന്തൂറി എന്ന് പറയും. വലിയ ആന്തൂര്യത്തിന് പറയുന്നത് ആനച്ചെവീൻ ആന്തൂറിയം. ആന്തൂര്യത്തിൻ്റെ ചോട്ടിൽ നിന്ന് ചെറിയ വേര് പോലെയുണ്ട്. ആ വേര് ഉള്ളോടം വെച്ച് ഇങ്ങനെ കണ്ടിച്ചെടുത്ത് നമുക്ക് നടാം. അങ്ങനെ പല തൈകളാക്കാം. ബാമ്പു ചെടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, എനിക്ക് പൂക്കളില്ലാത്ത ഇഷ്ടമില്ല. പൂക്കളുള്ള ചെടികളാണ് വലിയ ഇഷ്ടം. നല്ല ഭംഗിയുണ്ട് കൂട്ടുകാരെ, കണ്ടോ, സിലമൺ ഫ്ലവർ. ഇവിടെ ഭയങ്കര തണുപ്പും മഴയാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒത്തില്ല. തണുപ്പും എന്ന് പറഞ്ഞ് ഭയങ്കര വിറയ്ക്കുന്ന തണുപ്പ്, അധികം വീഡിയോ എടുത്തില്ല. ഇത് അകത്ത് വെച്ചിരുന്ന ഗാർഡനിലകത്ത് വെച്ചിരുന്ന ഞാൻ പോയി എടുത്താണ് ഇതിൻ്റെ വീഡിയോ മാത്രം. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, നല്ല ഭംഗി. ഇത് കാറ്റിക്കസ് കണ്ടോ, നല്ല ഭംഗിയല്ലേ, ഓരോന്നും പല കളറ് കണ്ടോ. അതിൻ്റെ അടുത്ത് കണ്ടോ ബാമ്പു ചെടി നിൽക്കുന്നു. മുള്ളു പോലെയുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, കയ്യെ കൊള്ളുമെന്നൊക്കെ. പഴുതാരച്ചെടി, വെള്ള ഓർക്കിഡ്, അതിന് മഞ്ഞ മൊട്ട് കണ്ടോ. ഓർക്കിഡിലെ പൂ അങ്ങനെ പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകുകയില്ല. 1 മാസത്തോളം 15 ദിവസത്തോളമൊക്കെ നല്ലപോലെ പുത്തം പോലെ ഓർക്കിഡ് കണ്ട പൂ കഴിക്കുന്നത്, അതങ്ങനെ തന്നെ നിൽക്കും. പ്ലാസ്റ്റിക് പൂ പോലെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. ഇത് വേറെ സൈസ് ഓർക്കിഡ്, പല സൈസ് ഓർക്കിഡുകളുണ്ട്. അതുകൊണ്ട് ഇത്ര പൂ ഉണ്ടാകുകയില്ല, ആ ഇല കാണാൻ ഭംഗിയാണ്, കട്ടിയുള്ള ഇല കണ്ട്. എന്തോ പേര് എഴുതിയിട്ടുണ്ട് ഉണ്ടാവും, ഇംഗ്ലീഷ് പേര്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ, താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു.